സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവരതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സിനിമാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ മേഖലയിൽ മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്. ബാക്കി എല്ലാ ഭാഗവും വിശുദ്ധമാണ്, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിൽക്കുകയാണ്. എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് ആ ധാരണയൊന്നും ഉണ്ടാവാൻ സാധ്യതയല്ല. എല്ലാ മേഖലകളിലും ഈ രൂപത്തിലുള്ള സുഖകരമല്ലാത്ത പ്രവണതകളും നിലപാടുകളുമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ പ്രശ്നം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ ഇമാമായി സിനിമയാണ് പ്രത്യക്ഷപ്പെടുന്നത്. വളരെ പെട്ടെന്ന് ആളുകളെ സ്വാധീനിക്കുകയും അവരുടെ നിത്യജീവിതത്തെ അട്ടിമറിക്കുകയും പ്രത്യേകിച്ചും സദാചാരപരവും ധാർമ്മികവുമായ ഒരു ജീവിതത്തിൻ്റെ ആണിക്കല്ല് പറിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംവിധാനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥകളെ, സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം? യഥാർത്ഥത്തിൽ ഇവർ നമ്മുടെ സംവിധാനങ്ങളെ തന്നെ അടിമപ്പെടുത്തിക്കൊണ്ടാണ് അധാർമികമായ പല പ്രവണതകളും സാമൂഹിക ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസിയെയോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലൊരു പ്രത്യേക ജനവിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. എന്ന് മാത്രമല്ല, സദാചാര രംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അതെല്ലാ മനുഷ്യരെയും തടാകത്തിൽ കല്ലിട്ട പോലെയാണ്. വെള്ളത്തിൻ്റെ എല്ലാ ഭാഗവും അനങ്ങും. കല്ല് ചെന്ന് വീണൊരു സ്ഥലം ഉണ്ടാവും, അവിടെ കുറച്ച് പരിക്ക് കൂടും. പക്ഷേ എവിടെയാണോ നിങ്ങൾ ഒരു കുളത്തിലോ ഒരു തടാകത്തിലോ ഒക്കെ ഒരു കല്ലിട്ടാൽ, ചെറിയ കല്ലാണെങ്കിലും വലിയ കല്ലാണെങ്കിലും, അത് ആ കുളത്തിൻ്റെ എല്ലാ ഭാഗത്തിലെ വെള്ളത്തിന് വലച്ചിട്ട് അത് കടന്ന് പോവുള്ളൂ. മറ്റ് തടസ്സങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ ഇല്ലെങ്കിൽ. എന്നതുപോലെ ഈ സദാചാര രംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിലത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, അവിടെ ജാതി മതം വർഗമൊന്നും പറഞ്ഞില്ല, മനുഷ്യരെ എന്നാണ് വിളിച്ചത്. കുറച്ചും കൂടി സ്നേഹത്തിലും കൃപയിലും യാ യുഹന്നാസ് എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങളൊക്കെ ഒരു വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷ ലാ യഫ്തിനന്നകും ശൈത്താൻ. രണ്ട് വിളി ഉണ്ട്, രണ്ട് സ്ഥലത്തും യാ ബനി ആദം അങ്ങനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നിങ്ങൾക്ക് നമ്മൾ വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട്, തുണിയും കുപ്പായൊക്കെ ഇറക്കി തന്നിട്ടുണ്ട്. ഭൂമിയിലെ ജൈവവർഗങ്ങളിൽ തുണിയും കുപ്പായ ഉടനെ അത്ഭുതകരമായ വസ്തുവാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു ജന്തുജാലങ്ങളും അതിൻ്റെ നഗ്നത വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു അറപ്പില്ലാതെ അത് വെളിപ്പെടുത്തി നടക്കണ ജന്തുക്കളല്ല. ഒന്നവർക്ക് ലജ്ജാശീലമില്ല. നമ്മൾ പറയുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി അവർ പാലിക്കേണ്ടതില്ല. ധർമാധർമ്മ ചിന്തകളും അവരെ ബാധിക്കേണ്ടതില്ല. ഇത് ശരിയാണോ അത് തെറ്റാണോ, അവർക്ക് ഒരു ശരിയും തെറ്റുമുണ്ട്. അത് തെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. ശരിയുടെ ഒരു ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപൂർവ ജീവികളെയൊക്കെ നമ്മുടെ നിരന്തരം പ്രാക്ടീസൊക്കെ കൊടുത്തിട്ട് വല്ലതൊന്നും ചെയ്യിക്കാന്നല്ലാതെ ജൈവവർഗങ്ങൾക്കൊന്നും തെറ്റ് ചെയ്യാനുള്ള ശേഷി ഇല്ല. ഭൂമിയിലൊരു കുഴപ്പം അവരുണ്ടാക്കൂല, ഒരു ജീവജാലങ്ങളും ഉണ്ടാക്കൂല. കുഴപ്പമുണ്ടാക്കാനുള്ള കഴിവ്
മനുഷ്യന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ ജീവജാലങ്ങളുടെയും ഔറത്ത് അല്ലെങ്കിൽ അതിൻ്റെ നഗ്നത അത് അങ്ങനെ ഒന്നായിട്ട് കാണുന്ന രീതിയിലല്ല, എല്ലാറ്റിൻ്റെതും ഒരു മറച്ചു വെച്ച സ്വഭാവത്തിലാണ് നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയുക. പ്രകൃതി അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സ്വാഭാവികമായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് സ്വാഭാവികമായ വസ്ത്രമില്ല. മനുഷ്യൻ്റെ ശാരീരിക ഘടന അങ്ങനെയല്ല. നിവർന്നു നിൽക്കുന്നവനാണ്, തലപൊന്തിക്കുന്നവനാണ്. കമിഴ്ന്നു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല, 4 കാലുമ്പിലൊക്കെ പോകുന്ന ജീവിയാണെങ്കിൽ. പക്ഷെ മനുഷ്യൻ 2 കാലുമ്പിലാണ് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രകൃതക്കാരനാണ്. അങ്ങനെയാണ് അള്ളാഹു അവനെ വെച്ചിട്ടുള്ളത്. അവന് സ്വാഭാവികമായ വസ്ത്രങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹ് പറയണത് അള്ളാഹിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നായി, അള്ളാഹു പ്രപഞ്ചത്തിലേക്ക് ഇറക്കിയിട്ടുള്ള സംവിധാനങ്ങളിലൊന്നായി എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കേണ്ടതാണ്. അള്ളാഹു ഇറക്കിയൊന്നും നിങ്ങൾ കളിക്കരുത്, അതിമേലും നിങ്ങൾ തുടരുത്, അതിന് നിങ്ങൾ ലംഘിക്കാൻ പോകരുത്. കാരണം അത് ജൈവിക മുന്നേറ്റത്തിന്, നിങ്ങളുടെ സ്വാഭാവിക നിലനിൽപ്പിന് ആവശ്യമുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. അത് നിങ്ങൾ അതിനെ നിഷ്കാസനം ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴികൾ നഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹ് പറയാം, അത് അൻസൽനാ അലൈക്കും, നമ്മൾ ഇറക്കിയിട്ടുണ്ട്, അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ്. തീർച്ചയായും ആദമിൻ്റെ മക്കളെ ലിബാസ, വസ്ത്രം ഇറക്കിയിട്ടുണ്ട്. എന്തിനാണത്? യുവാരി സൗആത്തിക്കും, നിങ്ങളെ ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കാണാൻ പറ്റാത്ത ഭാഗങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് വസ്ത്രങ്ങൾ ഇറക്കിയിട്ടുള്ളത്. പരീശൻ, അലങ്കാര വസ്തുക്കളും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു അലങ്കാര സ്വഭാവം, പക്ഷിക്ക് തൂവല് പോലെയാണ് രീശ്. രീശ് അതിനാണ് പറയാം, പക്ഷികൾക്ക് തൂവലുണ്ടല്ലോ, ആ തൂവല് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പക്ഷിക്കൊരു സുഖം ഉണ്ടാവില്ല. ഈ ചില മൃഗങ്ങൾക്കൊക്കെ രോമങ്ങളുണ്ടാവും, അത് കൊഴിഞ്ഞു പോയാൽ പിന്നെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ് നമുക്ക് തോന്നുക. എന്നതുപോലെ മനുഷ്യന് അലങ്കാരപരമായ വസ്ത്രങ്ങളും നല്ല അലങ്കാരത്തിൻ്റെ തൂവലുകളും, അല്ലെങ്കിൽ അതൊരു വസ്ത്രം തന്നെയാണ്, അത് മനുഷ്യന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് വസ്ത്രം ഇറക്കിയിട്ടുള്ളത്? മനുഷ്യൻ്റെ വസ്ത്രധാരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ മ്ലേച്ഛത അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കാണ് സൗആത്ത് എന്ന് ശരിക്കും പറയാം. ഒന്നായിട്ട് തുറന്ന സ്വഭാവത്തിൽ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പം അതിൽപ്പെട്ട നിങ്ങളുടെ ശരീരത്തിൻ്റെ നഗ്നത മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നോവലുകളുടെയും രചനകളുടെയും കഥകളുടെയൊക്കെ മർമ്മം എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം, എല്ലാവരും അങ്ങനെയാണെന്നല്ല, വളരെ മനോഹരമായ കഥകളും വിപ്ലവാത്മകമായ കഥകളും മനുഷ്യനെ ഇളക്കി മറിക്കുന്ന നോവലുകളും സിനിമകളും ഒക്കെ ഉണ്ട്. പക്ഷെ 90% നമ്മൾ എടുത്ത് പരിശോധിച്ചാലും വളരെ മലീമസമായ സ്വഭാവത്തിൽ മനുഷ്യൻ്റെ നൈമിഷികമായ വികാരങ്ങളെ തീപിടിപ്പിക്കുന്ന, അവൻ്റെ ചിന്തയെ വികാരങ്ങളെ ഇളക്കി വിടുന്ന, അവനെ ഏറ്റവും അപകടകരമായ സ്വഭാവത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള സംഗതികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക. അതിൽ നഗ്നതാ പ്രദർശനത്തിന് ഏറ്റവും വലിയ പങ്കുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായൊരു സംഗതിയായിട്ട് അള്ളാഹ് എടുത്ത് പറയുന്ന ഒരു സംഗതി, ഇതിൻ്റെ ശേഷം പറയുന്ന ഒരു വർത്താനുണ്ട്. യാ ബനി ആദം, ആദമിൻ്റെ മക്കളിൽ ആ യഫ്തനന്നകും ശൈത്താനു കമാ അഖറജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഷെയ്ത്താനെ നിങ്ങളെ വാപ്പാനെയും മാനെയും പുറഞ്ചാടിച്ചതുപോലെ, അവിടെ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ, ആ പിശാച് ആദ്യം ചെയ്തിട്ടുള്ള പണി മനുഷ്യനെ നശിപ്പിക്കാൻ, മനുഷ്യനും പിശാചും എതിരാളിയാണ്. അതിൻ്റെയൊക്കെ ചർച്ച വേറെ ഖുർആന് നടത്തിയിട്ടുണ്ട്. മനുഷ്യനെ തകർക്കുക എന്നുള്ളതാണ് ഇബ്ലീസിൻ്റെ ലക്ഷ്യം. അപ്പോൾ മനുഷ്യനെ എതിരെ ആ ഇബ്ലീസ് ഏറ്റവും ശക്തമായിട്ട് പ്രയോഗിക്കാൻ സാധ്യതയുള്ള ആയുധം എന്ന് പറയുന്നത് അവൻ്റെ നാണം, ലജ്ജ, നഗ്നത ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തൊട്ട് കളിക്കുക എന്നുള്ളതാണ്. ഇബ്ലീസ് ഇതാണ് ആദ്യം ചെയ്യാൻ പോകുന്ന പണി. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് പുറത്തെയാടിച്ചത് യൻസിഉൻഹുമാ ലിബാസഹുമാ, രണ്ടുപേരുടെയും വസ്ത്രം ഊരിയെടുത്ത് കളഞ്ഞു ഇബ്ലീസ്. രണ്ടുപേരുടെയും വസ്ത്രത്തെ ഊരിയെടുത്തു. ലിയുരിയഹുമാ സൗആത്തിഹിമാ, അവരുടെ നഗ്നതകൾ അവർ പരസ്പരം കാണാൻ വേണ്ടിയിട്ട്. ഇബ്ലീസ് മനുഷ്യൻ്റെ വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സംഭവം, ഇത് മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹു വിശദീകരിക്കുന്നതാണ്. ആ സ്വർഗത്തിൽ വെച്ച് മനുഷ്യന് അള്ളാഹു എന്തോ തരത്തിലുള്ളൊരു വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്. ആ വസ്ത്രം അവൻ്റെ നഗ്നതകൾ പരസ്പരം കാണുന്നതിന് തടസ്സമായിരുന്നു, ആദമിൻ്റെയും ഹവ്വൻ്റെയും ഒക്കെ. അപ്പോൾ ഇബ്ലീസ് അവിടെ വെച്ചിട്ടുള്ള പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യമായിട്ട് പ്രയോഗിക്കുന്ന തന്ത്രം ആദമിൻ്റെയും ഹവ്വയുടെയും വസ്ത്രം ഉരിഞ്ഞു കളയുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അവതരണ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ഒരു മരം, അതിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ തഖറബ ഹാദിഹി ഷജറ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്, അതിൻ്റെ കനി നിങ്ങൾ തിന്നാൻ പാടില്ല. അത് നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും?
നിങ്ങളുടെ നഗ്നത വെളിപ്പെടും, നിങ്ങളുടെ ലജ്ജാബോധത്തിന് നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ ഷജറത്ത് മരം എന്നുള്ളത് നല്ലൊരു പ്രയോഗമാണ്. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, വേരിറങ്ങിയിട്ടുള്ള, അങ്ങനെ വളർന്ന് പന്തലിച്ചൊക്കെ നിൽക്കുന്ന ഒരു സംവിധാനം. അത് ചിലപ്പോൾ ഒരു മരം, ഏതൊരു സംവിധാനങ്ങളും വളരെ മനോഹരമായിട്ടൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ മുമ്പിൽ വളരുന്ന, വികസിക്കുന്ന, നിലനിൽക്കുന്ന ധാരാളം സാധനങ്ങളുണ്ടല്ലോ. ഓരോന്നിൻ്റെയും സൂക്ഷ്മമായ പഠനങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂല, നടത്തൂല. ഓരോ സംഗതിയുടെയും മൈക്രോ ലെവലിലേക്ക് ഇറങ്ങി പോകുന്നവരല്ല ധാരാളം മനുഷ്യന്മാരും. നമ്മളെ മുമ്പിൽ വലിയ സംവിധാനങ്ങളായിട്ട് ഓരോന്നിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിന് നല്ല അടിയുറപ്പുണ്ട്, വേരിറങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തടിച്ച് കൊഴുത്ത് വളർന്ന് അത് അതിൻ്റെ എന്താണ് ശിഖരങ്ങളും പടലങ്ങളും ഒക്കെ പരന്ന് ഒഴുകി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിക്കാനും നമ്മൾ പോകില്ല. അതിൻ്റെ അടുത്തേക്ക് പോയാലെന്താ, അതിൻ്റെ പഴം എടുത്താലെന്താ, അതിൻ്റെ ചൂട്ടിൽ നിന്നാലെന്താ, അതിൽ നിന്ന് കായ് പുറച്ചാലെന്താ, അങ്ങനെ നിലനിൽക്കുന്ന എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കാനുള്ള. അപ്പം അള്ളാഹ് ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന പല സാധനങ്ങളും ഉണ്ടാവും. എല്ലാത്തിൻ്റെ അടുത്തേക്കും നിങ്ങൾ പോകരുത്. ചിലതിനെ റെഡ് അടയാളം ഇട്ടിട്ട് അള്ളാഹ് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. ഇത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നത് നിങ്ങളുടെ സാംസ്കാരികമായ, ധാർമ്മികമായ, സദാചാരപരമായ മൂല്യങ്ങളുടെ വലിയൊരു അടിസ്ഥാനം തകർന്ന് തരിപ്പണമാവും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. പക്ഷെ ഇബ്ലീസ് വന്നിട്ട് വളരെ സമർത്ഥമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇബ്ലീസ് അവരെ രണ്ടുപേരെയും വസ്വാസിലാക്കി. ഈ വസ്വാസ് നിങ്ങളെപ്പോഴും നമ്മളെപ്പോഴും ഓതുന്നൊരു സൂറത്തിലുള്ളൊരു സാധനം, ഉലൗദു റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി വരുന്ന പിശാച്. ഈ വസ്വാസ് എന്ന് പറയുന്നത് കുറച്ച് നല്ല മനോഹരമായൊരു വർക്കാണ്. നമ്മൾ വിചാരിക്കണ പോലെ ആകെ കൂടി, അതായത് ഏറ്റവും തെറ്റായ കാര്യങ്ങൾ, ഏറ്റവും ഗുണകരമല്ലാത്ത കാര്യങ്ങൾ, തികച്ചും മലീമസവും അപകടകരവുമായ കാര്യങ്ങളെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന രീതിക്കാണ് യഥാർത്ഥത്തിൽ വസ്വാസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ മനസ്സിന് നന്മയാണ്, ഒരു തിന്മയാണെന്ന് നേരിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയാം, ഇത് വളരെ ഉഷാറാണ്. അതിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ട് പോവുമല്ല, നിരന്തരമായി അത്തരം പ്രചരണങ്ങൾ അത് ഇബ്ലീസ് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. വന്നുകൊണ്ട് നമ്മളെ എങ്ങനെയാണോ അതിലേക്ക്, നമ്മളെപ്പോഴാണോ വീഴുന്നത് അതുവരെ ക്ഷമാപൂർവം, തിരക്കൊന്നുമില്ല, ഇബ്ലീസ് വ്യത്യസ്തമായ അടവുകൾ പ്രയോഗിച്ചിട്ട് ആ സംഗതികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് വരെ, അതിലേക്ക് നമ്മളെ വീഴ്ത്തുന്നത് വരെ ഈ ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഇതിനാണ് ശരിക്ക് വസ്വാസ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പ്രത്യേകിച്ച് പറഞ്ഞതാ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി. ആ സൂറത്ത് ചെറുതാണെങ്കിലും അപാരമായ പൊട്ടൻഷ്യലുള്ള സൂറത്താണ്. ആസാമൊക്കെ നമ്മൾ മുമ്പിലുണ്ട്. അതിലേക്ക് ഇപ്പോൾ സന്ദർഭം കിട്ടാൻ നമുക്ക് വേറെ ഒരു 5 മിനിറ്റ് അത് എടുത്തിട്ട് നമുക്ക് പറയാം. ആദമിനെ ഹവ്വനെയും കിട്ടൂല എന്ന് ആർക്കറിയാം. മനുഷ്യൻ പെട്ടെന്ന് വീഴൂല. കാരണം മനുഷ്യൻ അസാമാന്യമായൊരു ജീവിയാണ്. അവന് അങ്ങനെ കയറാനും ഇറങ്ങാനും ഒക്കെ കഴിയും. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അതിൻ്റെ അതിലേക്ക് നമ്മൾ പോകണ്ട. അതുകൊണ്ട് മനുഷ്യനെ ഇപ്പം മനുഷ്യൻ്റെ അവരുടെ രണ്ടുപേരുടെയും നഗ്നത ഉരിഞ്ഞു കളയാനും അത് വെളിപ്പെടുത്താനും വേണ്ടിയിട്ട് പിശാച് എന്ത് ചെയ്തു, നിരന്തരമായ ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരുന്നു. ആദമിൻ്റെ ഹവ്വൻ്റെ ഒക്കെ എടുത്ത് വന്നിട്ട് അതിൽ പറഞ്ഞ വർത്താനൊക്കെ ഉണ്ടോ, നിങ്ങളോട് ഇതിൻ്റെ അടുത്തൊക്കെ പോയി ഈ സിനിമ കാണരുത്, ആ നോവൽ വായിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ പോകരുത്, ആ വസ്ത്രം ധരിക്കരുത് എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും, നിങ്ങൾ ലിബറലാവും, നിങ്ങൾ ഫ്രീഡുള്ളവരായിട്ട് മാറും എന്ന് ഇവർ ധരിച്ചതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെ പരമാവധി ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോകും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതൊന്നും ഇതന്നെയാണ് ഇബ്ലീസും പറഞ്ഞത്. ഇബ്ലീസ് പറഞ്ഞത് നിങ്ങള് നല്ല മാലാഖമാരുടെ പോലത്തെ വിശുദ്ധ ഏറ്റവും വഷളായ ഈ നടപടിക്രമത്തെ കൊണ്ടുവരാൻ പിശാച് പ്രയോഗിക്കുന്ന തന്ത്രം വളരെ മനോഹരമായ അവതരണമാണ്. ഇത് കഴിക്കൂ, ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസം ആണയിടാണ്. ലിബറലിസം വന്നാൽ, ഫെമിനിസം വന്നാൽ, സ്ത്രീ സ്വാതന്ത്ര്യം വന്നാൽ, അതുപോലെ തന്നെ ആണും പെണ്ണും ഒക്കെ ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നന്മയ്ക്കാണ്, മനുഷ്യന് വേണ്ടി. വഖാസമഹുമ ആണയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇബ്ലീസ്. ഇന്നി ലക്കും അലമിന നാസിഹീൻ. ഇതൊക്കെ നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല അവതരണമാണ് ശൈത്താൻ വന്നിട്ട് നടത്തുക. അങ്ങനെയാണ് വസ്വാസം ഉണ്ടാക്കിയിട്ടാണ് ശൈത്താൻ വന്നിട്ട് എന്ത് ചെയ്തത്, ആദമിൻ്റെയും ഹവ്വയുടെയും തുണി ഒഴിഞ്ഞു എന്നുള്ളത്. ആ ഭാഗം നമുക്ക് അവിടെ അവസാനിപ്പിക്കുക. ഇനി നിങ്ങൾ നിലവിലുള്ള സിനിമൻ്റെയും നോവലിൻ്റെയും നമ്മളുടെ ഇതിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകരമായ പല സാധനങ്ങളും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, സിനിമയേക്കാൾ മാരകമാണ് ഇപ്പോഴത്തെ ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുന്ന എല്ലാ സാധനവും മൊബൈലിലുണ്ട്, എല്ലാ സാധനവും ഉണ്ട്.
മനുഷ്യന്റെ ആന്തരികമായ വിശുദ്ധിയെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യക്തിത്വ വിശുദ്ധിയെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയെ വിളിച്ചിട്ട് പറയുന്ന ഒരു വർത്താനുണ്ട്. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നിങ്ങൾ കണ്ണ് താഴ്ത്തണം, നിങ്ങൾ കണ്ണ് താഴ്ത്തണം. അശ്ലീലവും അനാശാസ്യവും മലീമസവുമായ കാഴ്ചകൾ കാണുമ്പോൾ അത് ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും, നമ്മളെ മൊബൈലും ഇതൊക്കെ തുറന്നാൽ എന്താ കാണുന്നില്ല ഇപ്പം നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോൾ ഏത് നമ്മൾ എന്ത് നോക്കാൻ തീരുമാനിച്ചാലും അതിൻ്റെ ഇടയ്ക്ക് കുത്തി തിരക്കിയിട്ട് ഇങ്ങോട്ട് കയറി വരും എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ. അപ്പോൾ കണ്ണ് താഴ്ത്താൻ കഴിയാന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഗതിയാണ്. കണ്ണ് കണ്ണടക്കാൻ, അതിൽ നിന്ന് തെന്നി മാറാൻ, ഒഴിഞ്ഞു മാറാൻ. അപ്പോൾ ഏതൊരാളെയും ഒരു വ്യവസ്ഥയെ തകർക്കാൻ, ഒരു സംവിധാനത്തെ തകർക്കാൻ, ഒരു വ്യക്തിയെ തകർക്കാൻ, ഒരു സംഘടനയെ തകർക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് അശ്ലീലവും അനാശാസ്യവുമായ കാര്യങ്ങളിലേക്ക് വ്യക്തികളെ കൊണ്ടുപോകുന്നുള്ളത്. ആദമിനെയും ഹവ്വനെയും വെച്ചിട്ട് പയറ്റാൻ ശ്രമിച്ച അതേ സംഗതി തന്നെയാണ് വർത്തമാനകാലത്തെ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക സംവിധാനങ്ങളും ഈ അശ്ലീലവും ആഭാസകരവുമായ കാഴ്ചകളിലേക്കും അതിൻ്റെ അനുഭവങ്ങളിലേക്കും തലമുറകളെയും കൗമാരത്തെയും യുവാക്കളെയും ഒക്കെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അള്ളാഹ് നമ്മളോട് പറയണത്, എന്ത് ചെയ്യണം? നിങ്ങളെ കണ്ണ് അള്ളാഹ് പറയണത് ഖുല്ലിൽ മുഅ്മിനീന യഗ്ളുദ്. അപ്പം ചോദിക്കും, ഒരു പെണ്ണിനെ നോക്കിയാൽ എന്താ? ഒരു പെണ്ണിനെ നോക്കിയാൽ എന്താ സംഭവിക്കുക? പെണ്ണ് ആണെ നോക്കിയാൽ എന്താ സംഭവിക്കുക? അള്ളാഹിനെ വിട്ടിട്ടില്ല. മൂന്നാമത്തത് ഇബ്ലീസാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഒരാണും പെണ്ണും ഒറ്റക്കായി കഴിഞ്ഞാൽ അതിന് പേഴ്സണൽ സെക്രട്ടറി ആവട്ടെ, നിങ്ങളൊരു പീടികയിൽ നിങ്ങളൊരു ഒറ്റക്കൊരാണും പെണ്ണും ആവട്ടെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, പണിക്കാണ്, ജോലിക്കാണ്, അതിനാണ്, ഇതിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം സ്ത്രീകളും പുരുഷനും കൂടിക്കുഴഞ്ഞ് ഇടപെടാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ട് കുടുംബങ്ങളെ തകർത്ത്, മൂല്യങ്ങളെ തകർത്ത്, സാമ്പത്തികമായ അടിവേററുത്ത് പല പ്രശ്നങ്ങളിലേക്കും വ്യക്തികളും സമൂഹങ്ങളും സംഘങ്ങളും ഒക്കെ എടുക്കുക. അപ്പൊ അവിടെയൊക്കെ അള്ളാഹ് പറയണ വർത്താനം എന്താ? നിങ്ങൾ കണ്ണ് താഴ്ത്ത്. ഈ ഒരു പെണ്ണിനെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വട്ടം നിങ്ങൾക്ക് നോക്കിപ്പോകും, അറിയാതെ ഒരു നോട്ടം ഉണ്ടല്ലോ. കാരണം ഫസ്റ്റ് നമ്മൾ കാണുകയാണ്, അപ്പോൾ കാണുന്നതിന് പ്രശ്നം. പക്ഷേ രണ്ടാമത്തെ നോട്ടം അത് ശൈത്താന നോട്ടാണെന്നാണ്. അത് നിങ്ങൾ തീരുമാനിച്ച നോട്ടമാണ്. നിങ്ങളെ മനസ്സിൽ ഇബ്ലീസ് കളിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ അടയാളമാണ് ഒരു പെണ്ണിനെ നിങ്ങൾ തുടർച്ചയായിട്ട് ബസ്സിലും കാറിലൊക്കെ ഇരുന്നാൽ നമ്മൾ കുടുങ്ങും. ബസ്സിലൊക്കെ ഇരുന്നാൽ നമ്മളെ മുമ്പിലാണ് പെൺകുട്ടികൾ നിൽക്കുന്നത്. അതിൻ്റെ കെട്ട തുണിയും കുപ്പായോ അതിൻ്റെ ചെയിലും കോലവും അവർ കാണിക്കുന്ന ഇങ്ങോട്ട് അവർ നിന്നിട്ട് അത് കൂടെ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളിതിൽ ഇതിൽ തന്നെ അള്ളാഹ് പറയുന്നുള്ളൂ, അവരുടെ കണ്ണവർ താഴ്ത്തട്ടെ. കണ്ണാണ് ഖായിനത്തുൽ അയ്യുൻ, ഏറ്റവും വലിയ വഞ്ചകൻ. ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്യുക കണ്ണാണ് ഈ പ്രശ്നത്തിൽ. ഏറ്റവും കണ്ണുള്ളവർ കിട്ടും, അല്ലാത്ത പിന്നെ വേറെ രീതി സ്വീകരിക്കും. കണ്ണിലൂടെ. അപ്പോൾ കണ്ണിനെ റാഞ്ചി എടുക്കാൻ പറ്റുന്ന സിസ്റ്റങ്ങളാണ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റലിസം, ഇന്നത്തെ ലോകത്തിന്റെ ഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ കണ്ണിനെ എങ്ങനെ. അതുകൊണ്ടാണ് അള്ളാഹ് ഇവിടെ പറഞ്ഞു, നിങ്ങൾ ചെവിയ നാവ് അടക്കണം എന്നല്ല ആദ്യം പറയണത്, നിങ്ങളെ കണ്ണ് നിങ്ങൾ അടക്കുക. നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ നിങ്ങൾ. ഇതിന് എല്ലാവരും അർത്ഥം പറഞ്ഞിരിക്കുന്നത് ചാരിത്രശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. ചാരിത്രശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരാണും ഒരു പെണ്ണും തമ്മിൽ ശാരീരികമായ ബന്ധം നടക്കണമെങ്കിൽ വിവാഹ ഉടമ്പടിയിലൂടെ അല്ലാതെ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. ആ മറയാണ് ഇവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മുതൽ PhDക്കൊക്കെ പഠിക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അടക്കം കയറുകളില്ല, ഒരതിരുകളുമില്ലാതെ തുറന്നു വിട്ട് ഒരു ബന്ധങ്ങളും ഇല്ല. ആർക്കും എപ്പോഴും എന്തോ എങ്ങനെ എവിടെയൊക്കെ ആവാം. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ ധാരാളം പറഞ്ഞു പോയതാണ്. എൻ്റെ നിങ്ങളൊക്കെ കുട്ടികൾ പോകുന്നുണ്ട്. നമ്മളെ മുമ്പിൽ നിന്ന് ഓരോ വിഷയങ്ങൾ വരും. പക്ഷേ നമ്മളെ മുമ്പ് പോകുമ്പോൾ നല്ല സാഹചര്യങ്ങളിരിക്കും. നമ്മളൊക്കെ എല്ലാവരും മോശക്കാരാണെന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷേ എന്നാൽ പോലും വലിയ സ്റ്റെപ്പ്. ഈ അടുത്തൊരു വിവാഹ ആലോചനയായിട്ട് ബന്ധപ്പെട്ട ഞാൻ രേഖപ്പെടില്ല പോട്ടെ ഒക്കെ. കാരണം ചിലത് നിങ്ങളും കൂടി അറിയണതും കേൾക്കണതും ആകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെ മുമ്പിൽ ഉണ്ടാവും. ഈ ആളുകളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴാണ് അറിയണത് ആൾ ഉഷാറാണ്, എല്ലാ നിലക്കും ഇതാണ്. അപ്പം വേറെ സാധനം എത്തുകയാണ്. ഈ എല്ലാ നിലവാരത്തിനെയും തകർക്കുന്ന പുരുഷൻ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ വളരെ ക്ലിയറാണ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് വളരെ അപകടകരമായ സ്വഭാവത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇങ്ങനെയാണ് ഈ കുട്ടികൾ നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ പ്രശ്നം വയഫദന ഫുറു. ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വളരെ കരുത്തോടു കൂടി പഠിപ്പിക്കേണ്ട ആശയങ്ങളിലൊന്നാണത്. അവരുടെ ശാരീരിക വിശുദ്ധി എന്ന് പറയുന്നത്, ചാരിത്ര വിശുദ്ധി എന്ന് പറയുന്നത്. വിവാഹത്തിൻ്റെ മുമ്പ് അന്യ സ്ത്രീയുമായിട്ടും അന്യ പുരുഷനുമായിട്ടും നമ്മുടെ കുട്ടികൾ, നമ്മുടെ ആൺകുട്ടിയും നമ്മുടെ പെൺകുട്ടിയും, അല്ലാഹ് അതാണ് ഈ പറയണത്. വയഹ്ഫദന ഫുറൂജഹുന്ന, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. അള്ളാന്റെ കൽപ്പനയുള്ളത്.
നിങ്ങളെ മക്കളോട് ഇതെങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് വളരെ പക്ഷെ അപ്പുറത്ത് പ്രശ്നമില്ല. ഉഭയകക്ഷി സമ്മതത്തോടെ നടത്താം, അള്ളാഹ് അതിന് വിട്ടിട്ടില്ല. ഉഭയകക്ഷി സമ്മതം എന്ന് പറയുന്നത് വിവാഹ ഉടമ്പടി മാത്രമാണ് ഇസ്ലാമിൽ. അതല്ലാത്ത ഒരു തരത്തിലും അന്യ ആണും അന്യ പെണ്ണും, അതുപോലെ ഖുർആന്റെ സൂക്ഷ്മമായ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരിണിയായ പെണ്ണ്, അവിടെ പെണ്ണിനെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരം നടക്കണമെങ്കിൽ ഒരു പെണ്ണ് മുൻകൈ എടുക്കേണ്ടി വരും, ഒരു പെണ്ണ് സമ്മതിക്കേണ്ടി വരും, എന്നാലേ വ്യഭിചാരം നടക്കുള്ളൂ. വ്യഭിചാരം നടക്കണമെങ്കിൽ ബലാത്സംഗമല്ല, ബലാത്സംഗവും മാനഭംഗവും പുരുഷൻ ചെയ്യുന്ന കുറ്റകൃത്യമാണ്, അവൻ തീരുമാനിച്ചെടുത്തുന്ന പ്രവർത്തനമാണ്. അവിടെ പെണ്ണ് പ്രതിയല്ല, ഇവനാണ് പ്രതി. പെണ്ണ് അതിന് കീഴ്പ്പെടേണ്ടി വരികയാണ്. അതേസമയം ഖുർആൻ അതുകൊണ്ട് വ്യഭിചാരം നടക്കണമെങ്കിൽ ഒരു പെണ്ണ് ഒരുമ്പെട്ടിറങ്ങി അതിനനുസൃതമായ സന്ദർഭത്തിലും സാഹചര്യത്തിലും പുരുഷന് മുമ്പിൽ, നമ്മുടെ കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അതിന് നിന്ന് സമ്മതിച്ചു കൊടുത്താലേ ഈ സംഗതി നടക്കുള്ളൂ. പക്ഷെ കല്യാണം കഴിക്കുന്നിടത്ത് അസാനി ഇല്ലാ സാനിയത്തൻ, ഖുർആൻ അങ്ങനെയാ പറഞ്ഞു. കല്യാണം കഴിക്കുമ്പോൾ വ്യഭിചാരിണിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു വ്യഭിചാരിണി ഇവനെ കെട്ടാൻ തീരുമാനിച്ചാൽ നടക്കൂല. വ്യഭിചാരി തന്നെ മുൻകൈ എടുത്താൽ എന്ത് ചെയ്യുള്ളൂ, വേറെ വ്യഭിചാരിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി സമ്മതിച്ചു കൊടുത്താലേ വ്യഭിചാരം നടക്കുള്ളൂ. വ്യഭിചാരവും അതുമായി അത് കച്ചവടമാണ്, അതുമായി ബന്ധപ്പെട്ട സംഗതികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാരകമായ നിലപാടുകളും സങ്കല്പങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇതുമായിട്ടൊക്കെ ലോകത്തൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടി തന്നെ. ഇസ്ലാം ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യകളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലോ. ഇതെങ്ങനെ പഠിപ്പിക്കും എന്ന് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. വയഹ്ഫദുന ഫുറൂജഹുന്ന, നിങ്ങളുടെ ഈ സൂറത്തുന്നൂറൊക്കെ ഒന്ന് ഖുർആനിലൊക്കെ നിങ്ങൾ ഇരുന്നിട്ട് പഠിച്ചാൽ മതി, ഓതിയാൽ മതി. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളും കുട്ടികളെയൊക്കെ ഓതിയിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്, വദ്കുർനഅലൈക്കും, നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ സാധനങ്ങളൊന്ന് ഓത്. നിങ്ങളെ പെരയില് നിങ്ങളെ കുടുംബവും കുട്ടികളൊക്കെ വട്ടം കൂടി ഇരുന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള അള്ളാഹ് പറഞ്ഞോളും. അപ്പൊ നമുക്ക് പറയാൻ കഴിയൂലല്ലോ. അള്ളാഹ് പറയുമ്പം ആരുടെയും മുകളിലാണ്, അള്ളാഹാണ് പറയാ. എൻ്റെ ശരീരത്തെ സൂക്ഷിക്കണം. ആരെങ്കിലും ഒന്ന് തൊടുമ്പോഴേക്ക്, വിളിക്കുമ്പോഴേക്ക്, തോണ്ടുമ്പോഴേക്ക്, ഒരിത്തിരി തരുമെന്ന് പറയുമ്പോഴേക്ക് വഴങ്ങിക്കൊടുക്കേണ്ട, വിൽക്കണ്ട, അടിയറ വെക്കേണ്ട ഒന്നല്ല. ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരം, ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരം. വലാ യുബദീന സീനത്തഹുന്ന, നിങ്ങളുടെ അലങ്കാരങ്ങൾ നിങ്ങൾ പുറത്ത് കാണിക്കരുത്. ഇല്ലാമാ ദഹറ മിൻഹ, അതിൽ നിന്ന് പുറത്ത് വന്നതല്ലാതെ, അതിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളല്ലാതെ. പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളുടെ വ്യാഖ്യാനം മുഖവും മുൻകൈയുമാണ്, മുഖവും മുൻകൈയുമാണ്. അതല്ലാത്ത എല്ലാം മറക്കണം പെൺകുട്ടികൾ. നിങ്ങളെ ഗൗരവത്തിൽ ആലോചിച്ചോ. നിങ്ങളെ അമ്മ, നിങ്ങളെ പെണ്ണ്, നിങ്ങളെ മകള്, നിങ്ങളെ സഹോദരി എങ്ങനെയാണ് പുറത്തിറങ്ങൽ എന്നുള്ളത് നിങ്ങൾ കുട്ടികളൊക്കെ ഒരുങ്ങി പോകുമ്പോൾ ഒന്ന് നോക്ക്. നിങ്ങൾ അടി മുതൽ മുടി വരെ ഈ കുട്ടി ഇട്ടിരിക്കുന്ന തുണി കുപ്പായം എന്താ, ഇതിനെ കണ്ടാൽ ആളുകൾക്ക് എന്താ തോന്നുക, ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ ഇട്ട് പോണത്, ഇതിന്റെ മൂല്യം എന്താ, ഇതിന്റെ സംസ്കാരം എന്താ, ഇതിന്റെ ദർശനം എന്താ, ഇതിലെ ആശയം എന്താ, അതിലുള്ള നന്മ എന്താ. നിങ്ങൾ ശരിക്കും എടുത്ത് പരിശോധിച്ച് നോക്കൊണ്ട് കാലിൻ്റെ അടിയിൽ നിന്ന് മുകളിൽ വരെ നമ്മൾ നോക്കും. നമ്മളല്ലാതെ ആരാ നോക്കുക? അപ്പുറത്തിരിക്കണോ നോക്കണോ ഇവിടെ വേറെ കണ്ടു വെച്ചിട്ടാണ്. അതിനാണോ അങ്ങനെയൊക്കെ ധരിപ്പിച്ചിരിക്കണേ ഈ കുട്ടിനെ? എന്നിട്ട് ഈ പുറത്തിറക്കി കൊണ്ടുവരണത്. എന്നിട്ട് കാമക്കണ്ണും കഴുകക്കയ്യും കാലും വെച്ചിട്ട് ആരെയും റാഞ്ചിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു തലമുറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ആൺകുട്ടികളുടെ തുണി കുപ്പായൊക്കെ പ്രശ്നമാണ് ഇപ്പം. ആൺകുട്ടി പെൺകുട്ടിയുടെ വേഷവും പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷവും ധരിക്കാൻ പാടില്ല. അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും വേഷം എന്നിട്ടൊരു സാധനങ്ങൾ കാണാൻ പറ്റുമോ വ്യത്യാസത്തോടു കൂടി? ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. ആൺകുട്ടിക്കും പാൻ്റാണ്, പെൺകുട്ടിക്കും പാൻ്റാണ്. എന്നാൽ ആൺകുട്ടികൾ പാവട ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ വന്നിട്ടും അത് വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്. എന്നാൽ പിന്നെ ഇപ്പോൾ ആണും പെണ്ണും ഒന്നാണെന്ന് പറയുന്നത് പോലെ ആരെങ്കിലും ആൺകുട്ടി പാവട ഇട്ടിട്ട് കിടക്കുക, സാരി ചുറ്റിയിട്ട് കിടക്കുക, അത് സംഭവിച്ചിട്ടില്ല. പുരുഷ മേധാവിത്വത്തിന്റെ അപകടകരമായ സ്വാർത്ഥതകളിലേക്ക് പെണ്ണിനെ കൊണ്ടുവന്നിട്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ ആണാക്കുന്ന, ആണിന്റെ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന അപകടകരമായ പ്രവർത്തനങ്ങൾ. ആണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യരുത്? റസൂൽ ശരിക്കും വിലക്കിയതാ. ആണ് പെണ്ണിന്റെ വേഷവും പെണ്ണ് ആണിന്റെ വേഷവും ധരിക്കരുത്. അത് നാടകം, അഭിനയ, സിനിമ മുതൽ നിത്യജീവിതത്തിലടക്കം. അപ്പൊ നമ്മളെ കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ എന്ത് വേഷമാണ് അവർ ഇട്ടിരിക്കുന്നത്? കുട്ടികളെ പാൻ്റൊക്കെ കണ്ടിരിക്കണം. നിങ്ങൾ ആൺകുട്ടികൾ ഇട്ടിരിക്കുന്ന പാൻ്റ്, ഓൻ ബസ് കയറിയാൽ അവൻ്റെ അണ്ടർവെയറൊക്കെ നമ്മളെ കാണണം. ഇട്ടിരിക്കുന്ന പാൻ്റ്, ആ പാൻ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുള്ളൂ. ഇതൊക്കെ നമ്മളെ മക്കളല്ലേ? വാപ്പയും ഉമ്മയും ജഡമായി മയ്യത്തായി മാറിയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീടില്ല, ജീവനോടെ ഇടപെടുന്ന വാപ്പയും ഒന്നുമില്ല. എടാ ഇതെന്താ, എടി ഇതെന്താണ്, എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം? ഇതൊന്ന് ചോദിക്കേണ്ട ഞാൻ നിങ്ങളൊക്കെ. അതിന് പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ, വീടുകളിൽ ഇല്ല. അപ്പൊ അത് നമ്മൾ വേറെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല പറയാ, നിങ്ങളെ അല്ലയാണ് ഈ പറയണത്. നിങ്ങൾ ഇതുകൊണ്ടൊക്കെ കളിക്കാൻ നിന്നാ നിങ്ങളെ പരല, നിങ്ങൾ നാളെ കണ്ണടച്ച അല്ല വിടൂല, നിങ്ങളൊന്നും വിടൂല. കാരണം നമ്മുടെ കീഴിലാണ് ഈ ഉമ്മയും മകളും പെങ്ങളും ഇണയൊക്കെ വളർന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോലം, ഈ വിഡ്ഢിവേഷമൊക്കെ നിങ്ങൾ കെട്ടിച്ചത്? ഓരോ രംഗത്തും ഇവർ അണിഞ്ഞൊരുങ്ങി വരുന്ന ഇങ്ങനെ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ ലാ യുദ്ഖൽനൽ ജന്ന വലാ യജ്ന റീഹഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടുത്തിട്ടും ഉടുക്കാത്ത പെണ്ണുങ്ങൾ,
ഉടുക്കാത്ത പെണ്ണുങ്ങൾ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, ഉടുത്ത പെണ്ണുങ്ങൾ. പക്ഷെ ആരിയാത്തിന് അവർ നഗ്നകളാണ്. നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന, നിങ്ങളെ റാഞ്ചുന്ന, നിങ്ങളെ വികാരങ്ങൾക്ക് തീപിടിപ്പിക്കുന്ന, നിങ്ങളുടെ കാഴ്ചയെ ആകർഷിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ ഇക്കിളി വികാരങ്ങളിലേക്ക് നയിക്കുന്ന നമ്മളെ മക്കള്, നമ്മുടെ കുട്ടികളൊക്കെ ഈ കോലത്തിൽ കെട്ടിയിറങ്ങിയിട്ട് വരിക. അള്ളങ്ങോട്ട് പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, റസൂല് പറയാണ്, ഒരു ഒട്ടകം പൂഞ്ഞ കുലിക്ക് നടക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ അവരിങ്ങനെ നടന്നിട്ട് അവർ സ്വർഗത്തിൽ കയറൂല. സ്വർഗത്തിന്റെ വാസന പോലും, നമ്മളെ ഉമ്മ സ്വർഗത്ത് പോണ്ടേ, നിങ്ങളെ പെങ്ങള് സ്വർഗത്ത് പോണ്ടേ, നിങ്ങളെ വീണ സ്വർഗത്ത് പോണ്ടേ, മകള് സ്വർഗത്ത് പോണ്ടേ, നമ്മളായിട്ട് പോവോ? ഓല് നമ്മളെയും കൂടി കൊണ്ടുപോവാ. അലീബിൻ അബി താലിബോ ഷാഫിയോ പറയുന്നത്, ഇമാം ഷാഫിയോ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, രണ്ടൊരാൾ പറയുന്നുണ്ട്, ഒരു പെണ്ണ് നരകത്ത് പോവുകയാണെങ്കിൽ 4 ആളെയും കൊണ്ടാ പോകും. ഒന്നെങ്കിൽ വാപ്പാനെയും കൊണ്ടുപോകും, അല്ലെങ്കിൽ പുതിയാപ്പള്ളിയും കൊണ്ടുപോകും, അല്ലെങ്കിൽ മകനെയും കൊണ്ടുപോകും, അല്ലെങ്കിൽ സഹോദരനെയും കൊണ്ടുപോകും. കാരണം ഈ 4-ൽ 1-ന്റെ കീഴിലാണ് ഈ സഹോദരിമാരുണ്ടാവുക, ഉമ്മയും മകളും ഒക്കെ. ഒറ്റക്ക് പോകൂല, ഉറപ്പാ. പോവുകയാണെങ്കിൽ നമ്മളെയും കൂടി കയ്യെ പിടിച്ചു. പിന്നെ നമ്മളെ ഘടന നമ്മൾ ഇടപെട്ടിട്ടും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വേറെ കാര്യമാണ്. അവിടെ നിങ്ങൾ അവളെ വിട്ടോ, നിങ്ങൾ ക്ഷമിക്കുകയൊക്കെ ചെയ്തോ, നിങ്ങൾ പിടിച്ചെന്ന് കണ്ട് നിങ്ങൾ വേറെ കൈകാര്യം ചെയ്തോ. പക്ഷെ നമുക്കൊരു നിലപാടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കലില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ല നമ്മളോട് പറയണ വർത്താനം, നിങ്ങൾ ശരിക്കും നിങ്ങളെ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കണം. ഇവിടെ ഒന്നും കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് അല്ല പറയുന്ന ഒരു വർത്താനുണ്ട്. ഇന്ന് മുസ്ലിം മുത്തിൽ നമുക്കത് വളരെ വയസ്സായ പെണ്ണുങ്ങളാണ് ഇങ്ങനെ അടക്കരുത്. അവരുടെ മുഖപടങ്ങൾ അവർ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. അപ്പൊ തല കാണാൻ വല്ല ലേസൊക്കെ പാക്ക് ചെയ്ത മാതിരി നമ്മളെ പെൺകുട്ടികൾ ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിട്ട് ഭയങ്കര സംഭവം. എന്നിട്ട് ഇവിടെ ഒരു പ്രത്യേക കോലത്തില് മാറിടം കാണാം, ഓല കയ്യും ഓല മാറും ഒക്കെ മറ്റവനെ റാഞ്ചി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങോട്ട് തല കാണാൻ ഭയങ്കര മഫ്തിയൊക്കെ ഇട്ടിട്ട് ഒരു പോലെ, ഇല്ലെങ്കിൽ കാണാൻ തല ഇട്ടിട്ട് ഈ 2 സാധനം ഇങ്ങനെ ഖുർആൻ അതല്ല പറഞ്ഞു, മുഖപടങ്ങൾ മാറിടങ്ങളിലേക്ക് താഴ്ത്തി ഇടണം. അല്ലാതെ കൽപ്പനയാണ്. മാറ് മറക്കണം, ഇവിടുന്ന് തൂങ്ങണ സാധനം ഇതുവരെ എത്തണം. നമ്മളെ പെൺകുട്ടികളെ പഠിച്ചോനല്ലേ ഈ പറയുന്നത്, നമ്മളെ കാര്യം. കാരണം എന്താ അതിന്റെ പ്രശ്നം? വല യുബദീന സീനതഹുന്ന. പിന്നെ ബാക്കിയുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകണ്ട. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവരുടെയൊക്കെ വേഷവിധാനങ്ങളും രീതികളും ഒക്കെ ഇതിൻ്റെയൊക്കെ ഇമാമാണ് സിനിമ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഇമാമാണ് നിലവിലുള്ള സിനിമ. ഈ ആഭാസകരവും അശ്ലീലകരവും ആധുനികവും എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഈ കപടകോമാളി കോലങ്ങളാക്കി ഇന്ത്യകളെയും കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് സിനിമ വഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാൻ പറ്റുകയാണെങ്കിൽ സൂചിപ്പിക്കാം. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാണ്. വലിയ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ എല്ലാവരെയും മുസ്ലിം ഉമ്മത്തിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് സഹിക്കാനും തടുക്കാനും കഴിയാത്ത ഭാരങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ പൊറുക്കുകയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ.